ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ പോകുന്നത് എറണാകുളമാണ്. ഇന്ന് ഞാൻ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ടു എറണാകുളം വരെയാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ ഇന്ന് ആലുവയാണ് ഇറങ്ങുന്നത്. ഈ ട്രെയിനിൻ്റെ ഇത് അനൗൺസ് ചെയ്യുന്ന കാരണം ഒന്നും ക്ലിയർ ആവുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് ആലുവയാണ്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയും അല്ലാതെ നമുക്ക് കാണാം. ഹലോ ഗൈസ്, ഞാൻ പോകുന്ന ട്രെയിന് മംഗലാപുരം നാഗർകോവിൽ പരശുറാം എക്സ്പ്രസ്സിലാണ് ഞാൻ പോകുന്നത്. കാരണം ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് എ സിയിൽ ബുക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എ സിയിലൊന്നും ബുക്ക് ചെയ്തില്ല. കാരണം ഭയങ്കര തണുപ്പായ കാരണം എ സിയിലൊന്നും ബുക്ക് ചെയ്തില്ല. അപ്പോൾ മംഗലാപുരം നാഗർകോവിൽ എക്സ്പ്രസ്സിലാണ് ഞാൻ പോകുന്നത്, കോഴിക്കോട് നിന്ന്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 1664 മംഗലാപുരത്ത് നിന്നും കോട്ടയം വഴി നാഗർകോവിൽ വരെ പോകുന്ന മംഗലാപുരം നാഗർകോവിൽ പരശുറാം എക്സ്പ്രസ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. യാത്രികൻ കൃപയാ ധ്യാൻ ദേ. ഗാഡി സംഖ്യ 1664 मंगलापुरम नागरकोविल परशुराम एक्सप्रेस थोड़ी ही देर में प्लेटफॉर्म क्रमांक 1 पर आएगी. For the kind attention of passengers, train number 1649 Mangalapuram Nagarkovil Parashuram Express from Mangalapuram to Nagarkovil via Kottayam will arrive shortly on platform number 1. गाड़ी संख्या 1649 मंगलापुरम नागरकोविल परशुराम एक्सप्रेस कोഴിക്കോട് स्टेशन पर आपको स्वागत है. वेलकम टू कोഴിക്കോട് स्टेशन. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 1649 മംഗലാപുരത്ത് നിന്നും കോട്ടയം വഴി നാഗർകോവിൽ വരെ പോകുന്ന മംഗലാപുരം നാഗർകോവിൽ പരശുറാം എക്സ്പ്രസ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. യാത്രികൻ കൃപയാ ധ്യാൻ ദേ. ഗാഡി സംഖ്യ 1664 मंगलापुरम नागरकोविल परशुराम एक्सप्रेस प्लेटफॉर्म क्रमांक 1 पर आ चुकी है. For the kind attention of passengers, train number 1649 मंगलापुरम नागरकोविल परशुराम एक्सप्रेस from Mangalapuram to Nagarkovil via Kottayam has arrived on platform number 1. कोഴിക്കോട് സ്റ്റേഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കോഴിക്കോട് സ്റ്റേഷൻ पर आपका स्वागत है. वेलकम टू കോഴിക്കോട് സ്റ്റേഷൻ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 1649 വന്ദേ ഭാരത് എക്സ്പ്രസ് നമ്മുടെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുന്നുണ്ട്. വന്ദേ ഭാരത് എക്സ്പ്രസ് ഡോറൊക്കെ അടച്ചു. കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ്. അപ്പോൾ ആ ട്രെയിനിൽ പോയിട്ടാണ് നമ്മൾ ട്രെയിൻ വിടുകയുള്ളൂ. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഷൊർണൂർ ജംഗ്ഷനിലെത്തിയിരിക്കുന്നു. അവിടെ ഈ നേരെ കാണുന്നത് ഷൊർണൂർ ജംഗ്ഷൻ്റെ ട്രെയിന് ബോഗികളൊക്കെ വൃത്തിയാക്കുന്ന സ്ഥലമാണ്. ബോഗികളൊക്കെ. അപ്പോൾ നമ്മൾ ഷൊർണൂർ ജംഗ്ഷനിൽ എത്തിയിരിക്കുന്നു. ഷൊർണൂർ ജംഗ്ഷൻ്റെ പുറത്തുള്ള കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവിടെ ഒരു ട്രെയിൻ കിടക്കുന്നത് AC ഫസ്റ്റ് ക്ലാസ് ട്രെയിനാണ്. AC മാത്രമാണ് ഫസ്റ്റ് ക്ലാസ്സുള്ളൂ, ബാക്കിയൊക്കെ അൺറിസർവ്ഡ് ബോഗിയാണ്. നമ്മുടെ കേരളത്തിൽ വെച്ച് ഏറ്റവും വലിയ സ്റ്റേഷൻ ഷൊർണൂർ ജംഗ്ഷനാണ്. അതാണ് ഈ ഷൊർണൂർ ജംഗ്ഷൻ്റെ ഒരു പ്രത്യേകത. പിന്നെ എറണാകുളം ജംഗ്ഷൻ, കൊല്ലം ജംഗ്ഷൻ, കുറേ സ്റ്റേഷനുകളുണ്ട്.
പക്ഷേ നമ്മുടെ ഷൊർണൂർ ജംഗ്ഷനാണ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ ഇപ്പോൾ 11:10 ഇവിടെ എത്തിയത്. ഒരു 10 മിനിറ്റ് ലേറ്റ് ആയിരുന്നു ട്രെയിന്. വന്ദേ ഭാരത് ട്രെയിനിൽ പോകാൻ വേണ്ടി പിടിച്ചിട്ടതാണ്. മാലിന്യങ്ങൾ പ്ലാറ്റ്ഫോമിൽ കോട്ടയം വഴി നാഗർകോവിൽ വരെ പോകുന്ന മംഗലാപുരം നാഗർകോവിൽ പരശുറാം എക്സ്പ്രസ് ഷൊർണൂർ ജംഗ്ഷൻ 6ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തുന്നു. യാത്രികർ കൃപയാ ധ്യാൻ നാഗർകോവിൽ പരശുറാം എക്സ്പ്രസ് ഷൊർണൂർ ജംഗ്ഷൻ പ്ലാറ്റ്ഫോം ക്രമാങ്ക്. ഗൈസ്, ഇതാണ് നമ്മുടെ ഷൊർണൂർ ജംഗ്ഷൻ്റെ ഔട്ട് സൈഡ്. മംഗലാപുരം മുതൽ നാഗർകോവിൽ വരെ പോകുന്ന വണ്ടിയാണിത്. ഹലോ ഗൈസ്, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു പെപ്സി വാങ്ങിയിരിക്കുന്നു. ഹലോ ഗൈസ്, നമ്മളങ്ങനെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ട്രെയിൻ കൃത്യസമയത്ത് തന്നെയാണ് ഓടുന്നത്. അപ്പോൾ നമ്മൾ തൃശ്ശൂർ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. ഹലോ ഗൈസ്, നമ്മൾ ആലുവ റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുന്നു. ഇത് ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഹോട്ടലിലാണ് റൂം എടുത്തിരിക്കുന്നത്. AC ആൻഡ് നോൺ AC. ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് റൂം എടുത്തിരിക്കുന്നത്. ഇവിടെ റൂമിലത്തെ കാര്യങ്ങളുമൊക്കെ ഞാൻ കാണിച്ചു തരാൻ. വളരെ മോശമാണ്. എന്ത് റൂം അതറിയില്ല, എന്തൊക്കെയോ കാണിച്ച് കൂട്ടിയിട്ടുണ്ട്. ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ റൂം. മഞ്ചൂരൻ ടൂറിസ്റ്റ് ഹോം. ഇതാണ് നമ്മുടെ റൂം. പഴയ റൂമാണ്. ഞാൻ ഇതിൻ്റെ ഉൾവശമൊക്കെ കാണിച്ചു തരാം. വളരെ മോശമാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ.
ഗൈസ് നമ്മുടെ റൂം 102 അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇവിടെ ഒന്നാമത് വൈഫൈ എന്ന് പറഞ്ഞ സാധനമില്ല. ഇത് അക്കൗണ്ട്സ് സെക്ഷൻ്റെ റൂമാണ്. പിന്നെ ഞാനിവിടെ പറയാൻ കാരണം ഇവിടെ വൈഫൈ എന്ന് പറഞ്ഞ സാധനമില്ല. ഞാനിവിടെ റിസപ്ഷനിൽ കയറുമ്പോൾ വൈഫൈ ചോദിച്ചു, വൈഫൈ പാസ്വേഡ് വെച്ച്. അപ്പോൾ അവർ പറഞ്ഞു വൈഫൈ ഇല്ല എന്ന് പറഞ്ഞ്. അപ്പോൾ തോന്നുകയാണ് ഇപ്പോൾ വൈഫൈ ഒന്നും ഇല്ലാത്ത ഹോട്ടലുകൾ ഒക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ എല്ലാം മികച്ച വലിയ ചെറിയൊരു പെട്ടിപ്പിടി ആയാലും വൈഫൈ ഉണ്ടാകും അവിടെ. ഇപ്പോഴത്തെ വലിയ വലിയ ഹോട്ടലിൽ വരെ ചെറിയ ഹോട്ടലിൽ വരെ വൈഫൈ ഉണ്ട്. പക്ഷേ ഈ ഞാൻ ഇപ്പോൾ കാണിച്ചെന്ന മഞ്ചൂരൻ ടൂറിസ്റ്റ് ഹോം ഹോട്ടൽ ആലുവ, അപ്പോൾ ഇവിടെ വൈഫൈ എന്ന് പറഞ്ഞ സാധനമില്ല ഇവിടെ. പിന്നെ ഞാൻ റൂമിൻ്റെ ഉള്ളിലത്തെ അവസ്ഥകളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ റൂമിലേക്ക് പോവുകയാണ്. എൻ്റെ റൂം നമ്പർ 102 ആണ്. ഇത് 104. ഇത് 103. ഇതാണ് നമ്മുടെ റൂം 102. ഇതിലുള്ള അവസ്ഥ ഒക്കെ ഞാൻ കാണിച്ചു തരാം. വളരെ ദയനീയമാണ് ഗൈസ് നമ്മുടെ റൂമിൻ്റെ അവസ്ഥ. ഗൈസ് ഇതാണ് നമ്മുടെ ബാത്റൂമിൻ്റെ അവസ്ഥ. ഈ ഇതുണ്ടല്ലേ, വാഷ് ബേസിൻ കണ്ടില്ലേ, വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളം പോകുന്ന സ്ഥലം കണ്ടോ, ഇതിൻ്റെ അടിയിൽ കൂടെ വെള്ളം പോകുന്നത് കണ്ടോ. ഇതൊക്കെ നന്നാക്കണം ഇവർ നന്നാക്കാതെ എങ്ങനെ ആൾക്കാർക്ക് വെറുതെ ഇങ്ങനെ കൊടുത്തിട്ടൊരു കാര്യമില്ല. ഇതൊക്കെ ആൾക്കാരറിയണം, അതിനാണ് വീഡിയോ എടുക്കുന്നത്. വേറെ പ്രശ്നമൊന്നുമില്ല. എന്നൊക്കെ പറയുന്നത് പൊട്ടി വീണ ഇതൊക്കെ കണ്ടോ. ഈ SO6 ഫാനൊന്നും വർക്കാവില്ല. പൊടി പിടിച്ച് കിടന്ന് 2 കൊല്ലം കഴിയാൻ തോന്നും. ഈ ഒരു റൂമിന് രാവിലെ ഉച്ചയ്ക്കാണ് റൂം എടുത്തത്. അപ്പോൾ ഉച്ച മുതൽ വൈകുന്നേരം വരെ, ഇന്ന് ഉച്ച മുതൽ നാളെ രാവിലെ വരെ റൂമിന് 1000 റുപ്പീസാണ് വില വരുന്നത്. വൈഫൈ ഇല്ലാത്ത ഹോട്ടലുണ്ടോ? കാണുന്നവർ കമൻറ്റ് ചെയ്യും. വൈഫൈ ഇല്ലാത്ത ഹോട്ടൽ ഇപ്പോൾ ഉണ്ടോ? ഇല്ല. ഈ ഹോട്ടലിൽ വൈഫൈ ഇല്ല. എന്ത് ഹോട്ടലാണ്? ഹോട്ടൽ തന്നെയാണത്. നമുക്ക് ഇനിയും കുറേ സ്ഥലങ്ങൾ കാണിച്ചു തരാനുണ്ട്. ഇന്നത്തെ കുറേ അവസ്ഥകൾ പറഞ്ഞു തരാനുണ്ട്. പിന്നെ ഗൈസ് ഞങ്ങൾക്ക് ആ AC കാണിച്ചു തന്നില്ലേ, ആ AC കാണിച്ചു തന്നത് AC റൂമൊന്നല്ല ഞാൻ എടുത്തത്. ഞാൻ നോൺ AC റൂമാണ് എടുത്തത്. മഴയായ കാരണം, തണുപ്പായ കാരണം ഫാനിട്ടാൽ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ AC റൂം എന്നിട്ട് നോൺ AC റൂമാണ് എടുത്തത്. നോൺ AC റൂമിനാണ് 1000 റുപ്പീസ് അവർ വാങ്ങിയത്. നമ്മുടെ നിങ്ങൾക്കറിയാം, ഞാൻ കോഴിക്കോടാണ് സ്ഥലം. നമ്മുടെ കോഴിക്കോടൊക്കെ നോൺ AC റൂമിനൊക്കെ 700 റുപ്യക്കുള്ളൂ. ഇവിടെ ഭയങ്കര വിലയോടൊക്കെ സാധനത്തിന്. ഈ വില വാങ്ങുന്നതിന് എന്തെങ്കിലും ഒരു നല്ല സംഭവങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൂടെ? ഇതുണ്ടോ, ഈ സാധനം പിന്നെയും വെള്ളം അങ്ങനെ പോകുന്നേ. എന്തൊക്കെ നന്നായിക്കോടെ തിന്ന് പൈസ അങ്ങനെ മേടിച്ച് വെക്കണ്ടല്ലോ, ആവശ്യത്തിനല്ല ഉപയോഗിക്കുന്നത്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ മെട്രോ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മെട്രോ സ്റ്റേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ഹലോ ഗൈസ്, നമ്മൾ അങ്ങനെ ഇവിടെ എത്തിയിരിക്കുന്നു.
ഇത് ആലുവ സ്റ്റേഷനാണിത്. മെട്രോ സ്റ്റേഷനാണിത്. ആലുവ മെട്രോ സ്റ്റേഷനാണ്. ബാഗ് വെച്ചോ. ബാഗ് എടുത്തോ. ഗൈസ്, ഈ സാധനം നമ്മളിങ്ങനെ വെക്കണം, എന്നാലേ കടക്കാൻ പറ്റുള്ളൂ. ഹലോ ഗൈസ്, നമ്മൾ എസ്കലേറ്റർ വഴി പോവുകയാണ്. പ്ലാറ്റ്ഫോം 2ലാണ് എടപ്പള്ളിയിലേക്കുള്ള. ഞാൻ ഇപ്പോൾ എടപ്പള്ളിയിലേക്കാണ് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ പ്ലാറ്റ്ഫോം 2ലേക്കാണ് പോകേണ്ടത്. ഗൈസ്, മെട്രോൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആലുവയിൽ നിന്ന് എടപ്പള്ളിയിലേക്ക് പോവുകയാണ്. ഗൈസ്, നമ്മുടെ മെട്രോ അതാ പോകുന്നു. These help us keep the metro clean. The metro system is under CCTV surveillance. ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മൾ കളമശ്ശേരി എത്തിയിരിക്കുന്നു. Please stand away from the door. Indian Corporation. Kochi Metro wishes you a safe and pleasant journey. Kochi Metro. Search. സന്തോഷകരമായ Indian Corporation Station. ഹലോ ഗൈസ്, നമ്മുടെ എറണാകുളം സിറ്റീൻ്റെ ബ്ലോക്ക് കണ്ടോ? ഹലോ ഗൈസ്, നമ്മളങ്ങനെ എടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. മെട്രോ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. നമ്മൾ ലുലുവിലേക്ക് പോവുകയാണ്. ലുലു മാളിലേക്ക് പോവുകയാണ്. ലുലു മാളിലൊക്കെ പോയതാണ്, ഒന്നുകൂടിയും വെറുതെ ഒന്നുകൂടിയും പോവുകയാണ്. ഹലോ ഗൈസ്, ഒരു കുട്ടി സൈക്കിൾ കൊണ്ടുവന്ന് കണ്ടോ? അവിടെ സൈക്കിളൊക്കെ കൊണ്ടുപോകുക, അതിനൊരു പൈസയൊന്നുമില്ല. നമ്മുടെ സാധാ ടിക്കറ്റിന് എത്ര പൈസ ഉള്ളൂ തോന്നുന്നു, എനിക്കറിയില്ല.
ഇവിടെ ഫ്രഷ് കരിമ്പ് ജ്യൂസ് ബാറൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ബാഗിൻ്റെ പീടിയുണ്ട്. മാക്സ് ആൻഡ് മാക്സ് സ്വീഡിഷ് സ്റ്റോറാണ്. ബാഗിൻ്റെ പീടിയുണ്ട്, ചെരുപ്പിൻ്റെ പീടിയുണ്ട്. പക്ഷെ നല്ല വിലയായിരിക്കും. ഇത് പ്ലാറ്റ്ഫോം 1, അതിലൊക്കെ പ്ലാറ്റ്ഫോം 1. ഇത് നമ്മുടെ സിറ്റി, എറണാകുളം സിറ്റി ബ്ലോക്കാണ് കാണുന്നത്. അവിടെ ഇവിടെ ഗൈസ്, നമ്മുടെ ലുലു മാൾ, നമ്മുടെ എറണാകുളം ലുലു മാളിലൊക്കെ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. സഡൻലി അങ്ങനെ ലുലു മാളിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഗൈസ്, നമ്മുടെ ലുലു മാൾ എൻട്രിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ തിരക്ക് നോക്കി ടിക്കറ്റ് എടുക്കാനുള്ള നമ്മളങ്ങനെ ഫൈനലി ലുലു മാൾ എൻട്രിയിലേക്ക് വരുന്നു. ഇവിടെ മദാമാരൊക്കെ വരുന്നുണ്ട്. ലുലു മാൾ എൻട്രി ചെയ്തു. We are entered ലുലു മാൾ. നമ്മൾ ലുലു മാൾ ആദ്യം വന്നാണ്, പക്ഷേ ഫുള്ള് കാണാൻ പറ്റിയില്ല. ഇവിടെ രാവിലെ വന്ന് ഉച്ചയ്ക്കായിരുന്നു ട്രെയിന്. അപ്പോൾ പെട്ടെന്ന് പോയി ലുലു മാളിൽ വെറുതെ ഒന്ന് വന്നിട്ട് പോയി. അപ്പോൾ ഫുള്ള് കാണാൻ പറ്റിയില്ല. ഇവിടെ സാധനങ്ങളൊക്കെ നല്ല വില ഉണ്ടാവും. എന്തായാലും നമുക്ക് നോക്കാം. ഇത് ഗ്രൗണ്ട് ഫ്ലോറാണ് തോന്നുന്നത്. ഗ്രൗണ്ട് ഫ്ലോറ്, താഴത്തേക്ക് ഇനി കുറേ ഫ്ലോറ്, മേലേക്ക് കുറേ ഫ്ലോറൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഏറ്റവും മേലെയായിരുന്നു, ഇപ്പോൾ താഴത്തല്ല. അപ്പോൾ നമ്മൾ താഴത്തേക്ക് പോവുകയാണ്. ഇത് നമ്മുടെ താഴത്തെ കാഴ്ചയാണ് കാണുന്നത്. ഗൈസ്, ഇത് നമ്മുടെ ഒരു സ്ക്രീനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എവിടെ പോകണമെന്നത് തൊട്ടുണ്ടെങ്കിൽ നമുക്ക് വഴി ഇത് കാണിച്ചു തരും. ഇത് ലിഫ്റ്റാണ്. അവിടെ റോബോട്ടിക് ഒരു സാധനമുണ്ട്. ഗൈസ്, അത് നമ്മുടെ കാർ പാർക്കിങ്ങിൻ്റെ സ്ഥലമാണ്. അതൊക്കെ ഇവിടെ കുറേ ആനിമൽസിൻ്റെ ഫോട്ടോസ്, ഇതൊക്കെ സ്റ്റാച്യൂകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ മാത്രമല്ല, ഇപ്പുറത്തുണ്ട്. ഇത് കുക്കി മാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാണ്. മറ്റേ ബിസ്ക്കറ്റ്, കേക്ക്, അങ്ങനത്തെ സാധനങ്ങളുടെ ഷോപ്പാണിത്. ഇത് നമ്മുടെ ഫേസ് വാഷ്, ബാത്ത്, ബോഡി, അങ്ങനത്തെ സ്ക്രബുകൾ, അങ്ങനത്തെ സ്ഥലമാണിത്. ഞാനിപ്പോൾ അവിടെ നിന്ന് കാണിച്ച ട്രെയിൻ ഇതാണ്. ഇത് കൂടെ വരുന്നുണ്ട്. ഇത് നമ്മുടെ ഓരോരോ ഈ
സോപ്പ് അങ്ങനത്തെ ഐറ്റംസാണിത്. പിന്നെ കൂളറ്, ഇത് ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഒരു സാധനമാണ്. ഗോൾഡ് റിങ് അങ്ങനത്തെ ഒരു ഷോപ്പത്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഷോപ്പ്. ഗൈസ് ഇതാണ് നമ്മുടെ ലുലു മാളിൻ്റെ സെൻറ്റർ. ആക്ച്വലി എനിക്ക് ഇവിടുന്ന് കേൾക്കുന്നില്ല, പക്ഷേ നിങ്ങൾ നാളെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഡു വിസിറ്റ് അവർ സ്റ്റോർ ആൻഡ് വി ഹാവ് എ വൈഡ് വെറൈറ്റി ഓഫ് സ്പെക്കുലേഷൻസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വന്ന് കണ്ട് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഇതാണ് ഗൈസ് ഇത് റോളക്സ് വാച്ചാണ്. ഇതൊക്കെ ഭയങ്കര വിലയുള്ള വാച്ച്. 50,000 മുതൽ സ്റ്റാർട്ടിംഗ് ഉള്ള വാച്ചുകളാണ് റോളക്സ്. ഹലോ ഗൈസ്, ഇത് നമ്മുടെ ഗേൾസ് വുമൻസ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുള്ള ബ്യൂടെക്സ്, നെയിൽ പോളിഷ്, ലിപ്സ്റ്റിക്ക്, ഫേസ് വാഷ് അങ്ങനത്തെ സാധനങ്ങളാണ്. ഇത് ഒരു ഫുഡ് ഫ്ലോറാണ്. ബർഗർ, സാൻഡ്വിച്ച്, ചിക്കൻ, സ്പൈസീസ്, ഫ്രഞ്ച് ഫ്രൈസ്, ഫ്രൈഡ് ചിക്കൻ അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. ഇതൊക്കെ നമ്മുടെ ലേഡീസ് ബാഗ്സാണ്. ഇതിൻ്റെ മേലെ അലാറം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എടുത്തുകൊണ്ട് വെക്കുകയാണെങ്കിൽ അലാറം അടിക്കും. ഇതുമാതിരി അലാറം വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ എൻ്റെ മുഖം കാണിച്ചു തരാത്തൊരു എൻ്റെ മുഖം കാണിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരികയാണ്. എൻ്റെ മുഖം കാണിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ സ്ഥലമൊക്കെ കാണണം. കാണാത്ത സ്ഥലങ്ങളാണ്. ലുലു മാൾ കാണാത്തവർ ഉണ്ടെങ്കിൽ ഈ സ്ഥലങ്ങളെ കാണണം. ഗൈസ് ഇതിന് ഓഫറൊക്കെ ഉണ്ട്. ലേഡീസ് ബാഗിന് ഓഫറൊക്കെ ഉണ്ട്. അപ്പോൾ 1999 ബാഗിന് 2000 റുപ്യുള്ള ബാഗിന് 1000 റുപ്യക്ക് വരുന്നുള്ളൂ. 1000% ഓഫുണ്ട്. പിന്നെ ഈ ബാഗിന് 400 റുപ്പീസ് ഉള്ളത് 300 റുപ്പീസ്, 100% 100 റുപ്പീസ് ഓഫറുണ്ട്. പിന്നെ ലേഡീസ് ബാഗ് ഇതിന് ഓഫില്ല. ഇതിന് 500 റുപ്യുള്ളത് 400 റുപ്യക്ക് ഓഫുണ്ട്. ഗൈസ് ഇത് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റാണ്. നമ്മുടെ കോഴിക്കോട് ഒക്കെ ഉള്ള ഹൈലൈറ്റ് മാളിലൊക്കെ ഉള്ള മാതിരി നെക്സ്റ്റ് ഹൈപ്പർ മാർക്കറ്റ് മാതിരിയുള്ള സ്ഥലമാണിത്. ഇത് ലുലു ഹൈപ്പർ മാർക്കറ്റ്. ഗൈസ് ഇത് നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഇൻസൈഡാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും പറ്റില്ലെന്ന്. പക്ഷെ അതൊന്നും പ്രശ്നമില്ല. രാജാവിന് എന്ത് ക്യൂ. ഗൈസ് ഇതൊക്കെ നമ്മുടെ സോപ്സാണ്. ഓയിൽ, സോപ്സ് ഇതൊക്കെയാണ് ഇവിടെയൊക്കെ ഉള്ളത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം. അതൊന്നും ഇവിടെ ഒരു പ്രശ്നമേ ഇല്ല. ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ മട്ടൻ്റെ വിലയാണ് കിലോന് 775. മട്ടൺ ഷോൾഡർ 920, മട്ടൺ ലെഗ് 920, മട്ടൺ ഹേർട്ട് 600, മട്ടൺ ട്രിപ്പ് 520, മട്ടൺ ലിവർ 625, മട്ടൺ കിഡ്നി 600 രൂപ, മട്ടൺ ടെസ്റ്റൈൽ 650 രൂപ, മട്ടൺ ബ്രെയിൻ 895, മട്ടൺ മിൻസ് 1150 കിലോനാട്ടോ പറയുന്നത്, ഞാൻ ഒന്നല്ല. മട്ടൺ ഷാങ്ക് 930, മട്ടൺ ബോൺലെസ് 1750, മട്ടൺ ലെഗ് റോസ്റ്റ് 980, മട്ടൺ റിബ്സ് 895, മട്ടൺ ചോപ്സ് 850. ഇത് ഫുൾ മട്ടൻ്റെ ഏരിയ ആണിത്. അപ്പോൾ അതാണ് മട്ടൺ, ഫുൾ മട്ടൻ്റെ
ഇതെന്താ അത്? ഓസ്ട്രേലിയൻ ബോൺ ഇൻ ലാംബ് ഷോൾഡർ റാക്ക് 1469. ബോൺലെസ് മട്ടൺ ലെഗ്. അത് കണ്ടോ, ഓസ്ട്രേലിയൻ ബോൺ ഇൻ ലാംബ് ലെഗ് ചാമ്പ് 800 റുപ്യ. ഇത് മുളക് പുരട്ടി വെച്ച സാധനങ്ങളാണ് അതൊക്കെ. ഇത് ഫിഷ്, ചിക്കൻ, കബാബ്. ഹലോ ഗൈസ്, ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തരുന്നത് കണ്ടോ, നിങ്ങളാ മറ്റേ ഗ്ലാസിൻ്റെ ഉള്ളിൽ മറ്റേ ഇതിനല്ലേ മട്ടൻ ആടിനെ തൂക്കിയിട്ടത് കണ്ടോ, വരിക്കായിട്ട്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതിങ്ങനെ റാക്കായിട്ട് മട്ടൻ തൂക്കിയിട്ടതാണ്. ഹലോ ഗൈസ്, ഇത് നമ്മുടെ മീനിൻ്റെ സെക്ഷനാണിത്. ഫുൾ ഫിഷ്. ഒരു എക്കോറിയം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതാണ് അതിനെ പിടിച്ചത്. കഴിഞ്ഞ് അത് റിവർ ഫിഷ്. അതൊക്കെ ആണ് അതിനെ പിടിച്ചത്. അയ്യോ, എൻ്റെ ഫേവറേറ്റ് മീൻ ചെമ്മീൻ. അയ്യോ, അതിലേക്കല്ലേ പറഞ്ഞേ? അല്ല, അതിലേക്കല്ല, മത്തിക്കല്ലേ പറഞ്ഞത് 450 റുപ്യാന്ന്. പക്ഷേ ഇവിടെ 330 ലുലുമാളിൽ. ഗൈസ്, ഇത് നമ്മുടെ മീനൊക്കെ മുളക് പുരട്ടി വെച്ചിരിക്കുന്നു. ചെറിയ ചെമ്മീൻ, മീൻ, ഇതാ കേര, തീപ്പോലി, അയില, നത്തോലി, ചാള. ഇതൊക്കെ ഉണക്കമീനാണ്. ഒക്കെ ഉണക്കമീൻ ഫ്രഷായിട്ട് ഫ്രീസ് ചെയ്ത് വെക്കുന്നു. ഹലോ ഗൈസ്, ഞാൻ എൻ്റെ മുഖം കാണിച്ചു തരാത്തത് ഒന്നുകൊണ്ടല്ല. നിങ്ങൾക്ക് ഈ ഇവിടുത്തെ സാധനങ്ങളൊക്കെ കണ്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഫുള്ള് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്. എൻ്റെ മുഖം കണ്ടെന്താ കാര്യം? ഇവിടുത്തെ സാധനങ്ങളല്ല അക്കർക്ക് കണ്ട്. ലുലുമാളിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. ശനിയാഴ്ച ആയ കാരണം. ഹലോ ഗൈസ്, നമ്മുടെ ഫേവറേറ്റ് സ്പോട്ടിലെത്തിയിരിക്കുന്നു. ഫുഡിൻ്റെ സ്പോട്ടിലെത്തിയിരിക്കുന്നു. ഗൈസ്, നിങ്ങൾ ലുലുമാൾ ഫുഡ് കോർട്ടിന് തിരക്കുണ്ടോ? ഗൈസ്, കുബൂസ് ഉണ്ടാക്കുന്നത് കണ്ടോ? കുബൂസ് ഉണ്ടാക്കുന്ന മെഷീൻ. ഗൈസ്, ഇതൊക്കെ പാസ്ട്രീസ്, കേക്ക്സ്, ഡോണട്ട്സ് ഒക്കെയാണ്. ഇത് കേക്ക്സ്, എലൈറ്റ് കേക്ക്സ്, പിന്നെ ഡേറ്റ്സ്, ഇത് ജ്യൂസ്.
ഇതൊക്കെ ഫ്രൂട്ട്സാണ്. പ്യുവർ മാംഗോസ്. പക്ഷെ വില നോക്ക്. ചോക്ലേറ്റ്സ്, അണ്ടിപ്പരിപ്പ്, ചക്ക വറുത്തത്, ചിപ്സ്, പിന്നെ മുട്ടായികൾ, ബദാം, അതൊക്കെയാണിത്. നമ്മുടെ അത്തിപ്പഴം, ഡേറ്റ്സ്, പല തരത്തിലുള്ള ഡേറ്റ്സ്. ഗൈസ്, നിങ്ങൾ ഇതിൻ്റെ ബില്ലിംഗ് സെക്ഷൻ നോക്കൂ. 20, 21, 22, 23, 24, 25, 26, 27, 30 വരെ ഉണ്ട് ഇതിൻ്റെ ബില്ലിംഗ് സെക്ഷൻ. 30 വരെ അല്ല, 33 വരെ ഉണ്ട്. ഹലോ ഗൈസ്, വി ആർ എൻറ്ററിങ് ടു ഗെയിം സെക്ഷൻ. ഇത് ലുലുമാളിൻ്റെ മേലെയുള്ള ഗെയിം സെക്ഷനാണ്. ഗെയിം സെക്ഷൻ മാത്രമല്ല, ഫുഡൊക്കെ ഉണ്ടാവും ഇവിടെ. ഭയങ്കര അടിപൊളി സ്ഥലമാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ വ്യൂസ് തന്നെ നോക്കൂ. നല്ലൊരു ഇതിനുള്ളിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. അതിനുള്ളിൽ 14 ഡിഗ്രി തണുപ്പ്. അതിനുള്ളിൽ ഭയങ്കര തണുപ്പ്. അതിനുള്ളിൽ ഇത് KFC, നമ്മുടെ സ്വന്തം KFC ഫ്രൈഡ് ചിക്കൻ. ഹലോ കൊച്ചി. KFCയിലൊക്കെ എന്താ തിരക്ക്. ഇതുപോലൊരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ടോപ്പ് എത്തിയപ്പോൾ ഇത് ഓരോരോ ഗെയിം സെക്ഷനാണ്. അതൊക്കെ ഇവിടെയൊക്കെ കളിക്കണമെങ്കിൽ കാർഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഇതാണ്ടോ കാർഡ്, കണ്ടോ കാർഡ്. ഒരു കാർഡുണ്ട്, നമ്മളെ ATM കാർഡ് മാതിരി തന്നെ. നമ്മളിവിടെ വരുമ്പോൾ ഒരു ലുലുമാളിൽ നിന്ന് കിട്ടുന്ന കാർഡുണ്ട്. ആ കാർഡ് നമുക്ക് ഏത് ലുലുമാളിലും, കൊച്ചി ലുലുമാളിലായാലും തിരുവനന്തപുരം ലുലുമാളിലായാലും, ഇപ്പോൾ പുതിയത് കോഴിക്കോട് വരുന്നുണ്ട്, അവിടെ ഏത് ലുലുമാളിലായാലും നമുക്ക് ആ കാർഡിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പൈസ എന്ന് ഇവിടെ അവർ കയറ്റിരും. പൈസ കയറ്റിരും. എത്ര വേണമെന്ന് പറഞ്ഞാൽ കയറ്റിരും. 1000 രൂപ, 2000 രൂപ, 3000 രൂപ അങ്ങനെ കയറ്റിരും പൈസ. അപ്പോൾ നമുക്ക് ആ കാർഡ് കഴിഞ്ഞ നേരം നമുക്ക് കളിക്കാം. ഗെയിംസ് കളിക്കാം. നമുക്ക് ആ കാർഡിലുള്ള പൈസ കഴിഞ്ഞ നേരം നമുക്ക് കളിക്കാം. ഇത് ഡോൾസ്. അതൊക്കെ ഇത് മരണക്കിണർ. നമ്മുടെ ഈ ഉത്സവത്തിനൊക്കെ, ഈ പൂരപ്പറമ്പിന് ഉത്സവത്തിനൊക്കെ ഉള്ള മാതിരി ഉള്ള സാധനമാണ്. ഹലോ ഗൈസ്, ഇത് നമ്മുടെ ഓരോരോ ഗെയിംസിന് സ്ഥലമാണ്. ഇവിടെ ഗൈസ്, ഇത് പിസ്സ ഹട്ടാണ്.
പിസ്സ ഹട്ടിലൊന്നും ആരുമില്ല. ഇതാണ് ബർഗർ കിങ്. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ബർഗർ കിങ്ങിൽ നിന്ന് നമ്മൾ ബർഗർ ഓർഡർ ചെയ്യാൻ പോവുകയാണ്. ഗൈസ് ഇവിടെ ബർഗറിന് ഇന്നിവിടെ ബർഗറിന് ഓഫറുണ്ട്. 2 എണ്ണത്തിന് 99 വരുന്നുള്ളൂ ചിക്കൻ ബർഗറിന്. അതേമാതിരി തന്നെ 4 എണ്ണമാകുമ്പോൾ 200 റുപ്പീസ് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടുന്ന് കഴിക്കുന്നത് ബർഗർ. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ബർഗർ കിങ്ങിൽ ഭക്ഷണം കഴിക്കാൻ വന്നു. ഇവിടെ ഓഫറുണ്ട്. ഗൈസ് അങ്ങനെ നമ്മുടെ ബർഗർ കോഫി വന്നു. ഹലോ ഗൈസ്, ഇത് നമ്മുടെ കൊച്ചിയിലത്തെ രാത്രി കാഴ്ചയാണിത് കാണുന്നത്. നമ്മുടെ കൊച്ചി എടപ്പള്ളി മെട്രോന്ന്. ഹലോ ഗൈസ്, നമ്മളങ്ങനെ കൊച്ചിനോട് ബൈ ബൈ പറയുന്നു. ബൈ ബൈ കൊച്ചി. വി ആർ ഗോയിങ് ടു കാലിക്കറ്റ്. ബൈ ബൈ. അങ്ങനെ നമ്മൾ കൊച്ചിനോട് വിട പറഞ്ഞ് നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുന്നു. ഇപ്പോൾ ഉള്ളത് എടപ്പള്ളി മെട്രോ സ്റ്റേഷനിലാണ്. ആലുവയിലേക്ക് പോവുകയാണ്. ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അവിടുന്ന് ആലുവ സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് കോഴിക്കോടേക്ക് ട്രെയിന് പോകുന്നത്. ആലുവ ടു കോഴിക്കോട് കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സിലാണ് പോകുന്നത്. ഓക്കെ, ഗുഡ് ബൈ. താങ്ക് യു കൊച്ചി. താങ്ക് യു ലുലു മാൾ.